അപ്പൊ മക്കളെ നമ്മളെ സപ്പാങ്കതാ ഇറങ്ങാൻ പോട്. ഇന്ന് പോണാ? ഗുഡ് മോർണിംഗ്. ഇന്ന് പോണാ? രാവിലെ കാണുന്നത് ഗുഡ് മോർണിംഗ്, ഉച്ച കാണുന്നത് ഗുഡ് ആഫ്റ്റർനൂൺ. ഉച്ചായിട്ടില്ല കേട്ടോ, ഒരു 10 മണി ഒക്കെ ആയിട്ടുള്ളു. പൗണ്ടർ കുറച്ചത് തീരും. കുറച്ച് കടലാസി പൊഞ്ഞിട്ടേ മോനെ കുളിച്ചില്ലെങ്കിൽ എന്താ സ്പ്രേയുടെ കാര്യത്തില് അതോ ഇല്ലട്ടോ എനിക്ക് തന്നത് അങ്ങോട്ട് തന്നെ എടുത്തേക്ക് നോക്കത് പോക്കറ്റ് വെച്ച് എടുക്ക് തായേ. ഫൗളാട്ടോ, മുണ്ടൂല. എടുക്ക് ആ അതന്നെ നല്ല കുട്ടി. മുട്ടായി അഞ്ചരട്ടാ മക്കളെ. ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ല. പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പരിപാടി ഉണ്ട്. സർപ്രൈസ് ആയിരുന്നു. വൈകിട്ട് വീഡിയോയിൽ കാണാം. എന്താ? ഒരു സർപ്രൈസ്. ഞാനറിയാത്ത സർപ്രൈസ്, എന്നോട് പറയാത്ത സർപ്രൈസ്. നല്ല മണലല്ലോ. ഇല്ല, യൂസ് ചെയ്യണ്ടാ? ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പറഞ്ഞാൽ തന്നെ പറയാത്ത കുറ്റല്ല. അതെഴുത്തിനായ കൈതരാകം അങ്ങനെയെങ്കിലും മക്കളെ കാര്യങ്ങൾ. പരിപാടി എന്താ? നിങ്ങള് പോണു, ഞാൻ കിടന്നു. മാണിക്കൊക്കെ എല്ലാവരും പുകിലാണ്. എന്തൊക്കെ ശേഷം സുഖമാണോ? എന്തായാലും എൻട്രോ കാര്യങ്ങളൊന്നും പറയാനില്ല. എൻട്രോ എല്ലാവർക്കും ബോറടിക്കാറുണ്ട്. എന്തായാലും നമുക്ക് ഒരു എൻട്രോ ഇടയിൽ പറയാം. ഹലോ ഗൈസ്, നമ്മൾ പുതിയ വീഡിയോ എടുക്കും. മാഷാ അല്ലാഹ്, അത് ഒഴിവാക്കാം. മാഷാ അല്ലാഹ് ഇതാണ് എന്തിനും മാഷാ അല്ലാഹ് എന്റെ പണിയൊക്കെ വേണേ. ഇങ്ങനെ ഞാൻ ഡൈവേഴ്സ് ചെയ്യട്ടോ? ചെയ്യട്ടെ ഉറപ്പാണോ? എല്ലാം എടുത്തിട്ട് മതി. അടുത്ത് കളിയത് ഓള് വാശ മറ്റുള്ള എടുക്ക് അതെടുക്ക്. ഞാൻ വേറെ കിട്ടും മോളെ. എന്ത് കഷ്ടാലും ഞാൻ ഇതുവരെ ഇടങ്ങറാക്കിക്കണോ? ഞാൻ അതുവരെ ഇടങ്ങറാക്കിക്കണോ? ഇടങ്ങറാണ് കാണുന്നത്. അതല്ലേ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇൻഷാല്ലാഹ് അങ്ങനെ നമ്മളെ വീട്ടിൽ 2 ദിവസം ഇന്നലെ നൈറ്റ് വന്നു. ഇൻഷാല്ലാഹ് ഇന്നലെ ഫുൾ ഡേ നിന്നു. ഇന്ന് രാവിലെ ഇറങ്ങി പോവാൻ നിൽക്കാണ്. അപ്പൊ പക്ഷേ സുഖല്ലേ? ഓൾക്ക് നടത്തക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നടത്താണ്. വെയില് തപ്പിയൊക്കെ ഉണ്ട്. എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ബാഗ് ഫുൾ തപ്പിലോട്ടത്. നമ്മുടെ ലഗേജ് ബാഗാണ്. ഇതൊന്നുമില്ലല്ലോ അതില്. ബസ്സിന് നിക്കണ്ട ഇവിടെ എനിക്ക് കൊടുത്തില്ല. ഞാൻ ആനൊക്കെ ഇഷ്ടമാണ്. ഇതുണ്ടോ നോക്കിക്ക്. എന്റെ പുതിയ റൈബൻ ക്ലാസ് അല്ല കേട്ടോ. നമ്മൾ ക്യാമറമാൻ എന്നാണ്. ഉണ്ടോ? പോടച്ചല്ലോ കണ്ടില്ലോ. സോപ്പില്ലേ? സോപ്പ്. അപ്പോ ഞാൻ എന്താണെങ്കിലും കമന്റ് ചോദിക്കുന്ന ഒന്നുമില്ല. അപ്പറാണ് അതാണ് ചോദിച്ചത്. പ്രാവശ്യം മുടി സൈഡ് കാണുന്നുണ്ട്. തീരെ ഇഷ്ടമുള്ള കാര്യമായിട്ടോ വീഡിയോയിൽ മുടി കാണുന്നത്. അതിന് മുമ്പ് ഓരോ കമന്റിനും വേണ്ടി കാത്തുക നമ്മളെ മുത്തോട്. ഓക്കേ മാഷാ അല്ലാഹ്. പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു ഗ്ലാസ് വെള്ളം, ഒരു കുപ്പി വെള്ളം കൊണ്ടുവരും. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ മക്കളെ. അപ്പം എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണേ. അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ എന്തായാലും കാണുക കേട്ടോ. അപ്പോൾ ഇറങ്ങാൻ നമ്മുടെ ചാർജറൊക്കെ എടുത്ത് ഇവിടുന്ന് പാക്ക് ചെയ്യണം. ഇനി ഇൻഷാല്ലാഹ് ഇവിടെ പ്രസവിക്കുന്ന ടൈമിൽ നമ്മുടെ എത്തുള്ളൂ കേട്ടോ. എന്തായാലും ഇറങ്ങാൻ നോക്കട്ടെ പെട്ടെന്ന്. ഇവിടെ നിന്ന് ഇറങ്ങാൻ പോട്ടെ. ഇനിയിപ്പോൾ ഒന്നും എടുക്കാനുള്ള ആശയം ബാഗ് ഒക്കെ എടുത്തില്ലേ? അങ്ങനെ കൊണ്ടാട്ടി വെള്ളം കൊടുത്തിട്ട് കേട്ടോ. പൊള്ളം വന്ന ദിവസം സോറി കുടിക്കണ്ട. അങ്ങോട്ടേ അവിടെ നട്ടിക്കോളാം. നാട്ടിൽ നട്ടിക്കോളാം. അവൾക്ക് നമുക്ക് കുറച്ച് വളർന്നു കൂടി എന്തി
റിൻഷാണ് നല്ല പണി കേട്ടോ. റിൻഷ എന്തൊക്കെയാ വീഡിയോ എടുക്കണം മാഷാ അല്ലാ. പിന്നെ മക്കളെ ഒരു സംഭവം പറയാം കേട്ടോ. അവിടെ ഈ ആംബറിങ് വർക്ക് എന്നല്ലേ പറയാ, ആംബർ വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് ആശ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അവിടെ ഒന്നും നമ്മുടെ വീഡിയോക്ക് കമൻറ്റ് നോക്കലാണ്. അപ്പോൾ റീപ്ലൈ തരും, നമ്പേഴ്സും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ മാഷാ അല്ലാ കൊഴുപ്പ് ഓർമ്മ വരുന്ന അറിയോ, മലയേറ്റ് പിടിക്കൂലേ ഇതില് മക്കളെ ഇതോൾ ചെയ്ത വർക്കാണ്. അതിപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പെണ്ണിനെ ആയിട്ട് ചെയ്ത വർക്കാണ്. മാഷാ അതിപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മാഷാ അല്ലാ ഇതിന് വരുന്നത് ഫറോക്കോ എന്നാണ്, ഫെറോറോ. നമ്മൾ അടിയിൽ മുട്ടയുണ്ട്, ഞാൻ എടുത്തതാണ്. അത് കണ്ടെടുക്കണില്ല, ഇതും തരാമെന്ന് പറഞ്ഞാൽ തന്നിട്ടില്ല കേട്ടോ. പ്രൊമോഷൻ എടുക്കാൻ ഇത് വരണം, ഒരു വീഡിയോ പ്രൊമോഷൻ ഇതേപോലെ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പം എന്തായാലും ഞങ്ങൾ ചെയ്തു തരും കേട്ടോ. നിങ്ങൾക്ക് പല ഡിസൈൻ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ. അതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അറിയില്ല സഫർ പറയുമ്പോൾ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്താണ്? ആർട്ട് ബൈ ഇംചി എന്നുള്ള അക്കൗണ്ടിൽ പോയിട്ട് മെസ്സേജ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, ഒരു മുട്ടായി കൊടുക്കണോ, കല്യാണത്തിന് കൊടുക്കാനോ, ബർത്ത്ഡേ കൊടുക്കാനോ, പെണ്ണ് ലവ് വയസ്സിന് കൊടുക്കാൻ പറ്റിയതോ, കാമുകന്മാർക്ക് കൊടുക്കാൻ പറ്റിയതോ, ഹസ്ബൻഡ് ഗൾഫിലുള്ള ഭാര്യമാർക്ക് കൊടുക്കാൻ പറ്റിയതോ, എന്ത് വേണമെങ്കിലും ഇപ്പോൾ ചെയ്തു തന്നെ കേട്ടോ. മാഷാ അല്ലാ അത് നല്ലൊരു സെറ്റപ്പും കാര്യങ്ങളാണ്. ചെറിയൊരു മാലുണ്ട്, അതായത് ഒരു ബൊമ്മ കുട്ടിയുണ്ട്, പിന്നെന്താണ് നമ്മൾ സാധനമുണ്ട്. അങ്ങനെയുള്ളൊരു ഓരോന്ന് പറഞ്ഞു കൊടുക്കണം. എന്താ രാശിയ. പിന്നെ ടിക്ക് ഉണ്ട്, ക്ലിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ബേബി സെറ്റ് ഉണ്ട്, മിഠായി ബേബി പറഞ്ഞ കുട്ടിയുടെ ഫോട്ടോമാലാകാം. അതുപോലെ തന്നെ ഹാപ്പി റിട്ടേൺസ് എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ മാഷാ അല്ലാ ഇത് നമ്മുടെ കുട്ടികളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ഈ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഫസ്റ്റ് കാണുന്ന മുട്ടായാണിത്. ക്യാഷ് ആ എന്തിനാണ് വെക്കുന്നത് അറിയോ, കുട്ടികൾ വാങ്ങിക്കാൻ വേണ്ടിട്ട്. ആ സിനിമ കണ്ടുകൂടില്ല അപ്പോ. അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെ കാര്യങ്ങള്. ഇപ്പൊ എന്തായാലും അതുപോലെ തന്നെ ഇതൊക്കെ വർക്കിന്റെ തിരക്കാട്ടോ. റൂം വൃത്തി വെളുപ്പില്ല എന്നല്ല പറയണത്, ഇതൊക്കെ അതിന്റെ തിരക്കാണ് കേട്ടോ. ഓരോ ഫോട്ടോ ഫ്രെയിം ഒരു വീഡിയോസ് ചെയ്യാൻ വേണ്ടിട്ട്, ഒരു റീൽ ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്തോണു ഓരോ ഡ്രസ്സല്ലേ നമ്മളെ മുഖം കണ്ടട്ടോ ഈർച്ച പോലെയാണ് ചൂട്ടിട്ട് ചെയ്യല്ലേ. ചിരിക്കുന്ന അങ്ങനെ ചിരിക്ക് മോളെ. ഇവിടെ എന്തിനും ഈർച്ചു പറയുമ്പോ വേറെ കുറെ ആൾക്കാർ കേട്ടോ കാണിണ്ട്. മാറ്റി വീഡിയോ കൊണ്ടിട്ടോ പാവന്റെ മുത്ത്. എന്റെ ഷോക്സ് എവിടെ ഡ്രസ്സായിട്ട് വന്നോ, ഞാൻ ഷോക്സ് ഇടട്ടെ അപ്പത്തിന്. ഇപ്പൊ അമ്മ പോയി. പിന്നെ കുഴപ്പമില്ല ഉണ്ട്. വേറെ സംഭവം സോക്സ് മാറി, അപ്പുറത്തെ പോലെ സോക്സ് മാറി. ഓളെന്തായാലും പറയാൻ നിൽക്കുക, കളിയാക്കാൻ നിൽക്കാന്ന് ഞാൻ ഡ്രസ് പറഞ്ഞോളൂ. എന്തായാലും പോട്ടെ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ് പറഞ്ഞേ. ഉമ്മ ചെറിയ തുണി കഷ്ണം തരുമ്പോ വാപ്പ എന്റെ വാപ്പ ഇവിടെ വന്നൊക്കെയാണ് വണ്ടി വിട്ട് വണ്ടി പുതിയതായി ഫുള്ള് ചളി മണ്ണും പൊടിയായിരുന്നു. അവനാ കുളിക്കൂല, വണ്ടീനെ കുളിപ്പിക്കൂലേ. മക്കളെ ഒന്ന് ഇറങ്ങിട്ടെ, എറണാകുളം പോകണ്ട്. അതോ ഇവിടെ ഒരാള് ഇവിടുന്ന് പോണേന് ഉമ്മ ചൂടാവുക. പോണ്ട വിഷപ്പൊന്നും എപ്പോഴേ ഫുഡ് കഴിച്ചു പച്ചായങ്ങാടി. അത് തോന്നുന്നത് വെയിലാക്കാൻ പോയാൽ മതി. എന്താണാവോ ഇപ്പൊ തന്നെ പോയിട്ട് വല്ല കാര്യം. തരാമെന്ന് പറഞ്ഞ പോലെ എന്തായാലും പോട്ടെ.
വേണ്ട അതിന് ചാരിയിരിക്കണ് ഗൈസ്. ഉമ്മ പോട്ടെ. ഇപ്പൊ എന്തായാലും മക്കളെ ഗൈസ് ഇവിടുന്ന് ഇറങ്ങാൻ ഇതിപ്പോ എങ്ങനെ കൊണ്ടുപോകാന് അത് കൊടുത്തില്ല. അത് 3 കവറുണ്ട്. പേടിക്കാനൊന്നുമില്ല. വാങ്ങ യോബോത്തെ കവറാണ്. ആ ഇത് ഞാൻ കൊടുന്ന കവറാ ആണക്കാര് യോബ ഞങ്ങളവിടെ പട്ടാമ്പേ ഉള്ളൂ. നിങ്ങളവിടെ വിളിച്ചാൽ ആ ഞങ്ങൾക്കറിയാം. യോബോ ഇത് വേണോ? പോട്ടെ ഉമ്മ പോട്ടെ പോയിട്ട് വരാം. ഇനി എന്നാ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാ ഫസ്റ്റ് എണ്ണ ഉണ്ടാകട്ടെ. അത്രേ ഉള്ളു. വിളിച്ചാ മുത്തേ ഇല്ലല്ല എന്നുണ്ട് പോണുണ്ടല്ലോ. മാങ്ങ ഉണ്ടേ വേണം. ആ സെന്ററിൽ വെച്ച് ആക്കി ഒഴിഞ്ഞു പോകുന്നില്ല. മടിയിലേ അവിടെ ഇരുന്നുള്ള കുഴപ്പമൊന്നുമില്ല. മുള്ളില് വേറെ കവറിൽ കെട്ടിയിട്ടുണ്ട്. വീഴില്ല. ഇങ്ങനെ വീടിലൊക്കെ കെട്ടിയിട്ടാണ് ഒരു കവറിൽ കിറക്കി റൂമിൽ പഴുക്കും പഴുക്കും തിന്നാ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്ക്. അവിടുത്തെ ചൂടിന് വേഗം പഴുത്തോളൂ. കട്ടിലേ അവിടെ വെച്ചപ്പോ പക്ഷേ പോട്ടെ. അപ്പൊ എന്തായാലും ഇൻഷാ അള്ളാ പോണം. പോകാതിരിക്കാൻ പറ്റില്ല മുത്തേ. എന്തായാലും നോക്കുക, ശ്രദ്ധിക്കുക, ഉഷാറായിട്ടിരിക്കുക. എന്തായാലും ഹെയറിയട്ടെ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇവിടെ ഇറങ്ങാൻ പോകാം ഗൈസ്. അപ്പോൾ ഇനി നാട്ടിലത്തെ വീഡിയോ കാണാം. ഇന്ന് വൈകിട്ട് ഒരു വീഡിയോ 6 വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അത് കാണണം. അപ്പോൾ ഇൻഷാ അള്ളാ ഈ വീഡിയോ നമ്മൾ ഇന്ന് വൈകിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ നാളത്തെ വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും.